ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിൻഎക്സൽ ടെക്നോളജീസ്. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് റെയിൻ ഡിറ്റക്ഷന് വേണ്ടിയുള്ള ഒരു ചെറിയൊരു സർക്യൂട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ചെറിയൊരു മോഡൽ, വീടിൻ്റെ പോലെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തു. ഇത് പിന്നെ നമ്മുടെ റോപ്പായിട്ട്, എന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സൊക്കെ വിരിക്കുന്ന റോപ്പില്ലേ, അപ്പോൾ അതുപോലെ ഒരു സ്റ്റാൻഡ് പോലത്തെയാണ് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴാണോ റെയിൻ ഡിറ്റക്റ്റ് ചെയ്യുന്നത്, ഇത് ഡയറക്റ്റ്ലി എന്ത് ചെയ്യും, അകത്തോട്ട് കയറുന്ന പോലെ. അപ്പം നമുക്ക് ഓരോ വട്ടവും മഴ വരുമ്പോൾ പോയി എടുക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്ന പോലത്തെ അതിനെ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിന് വേണ്ടിയുള്ളൊരു സൊല്യൂഷൻ പോലത്തെ ഒരു സർക്യൂട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സർക്യൂട്ടിന് വേണ്ടി നമുക്ക് റെയിൻ സെൻസർ വേണം. ഇത്രയായിട്ടാണ് ഒരു റെയിൻ സെൻസർ എന്ന് പറയുമ്പോൾ ഈ ഒരു മൊഡ്യൂളാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ കണ്ടക്റ്റീവ് പ്ലേറ്റ്. അപ്പോൾ നോക്കിയാൽ കാണാം, ട്രേസസ് കണ്ടോ, കണ്ടക്റ്റീവ് ട്രേസസ് ഉണ്ട്. അതുപോലെ അതിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്യുന്ന ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഈ ഒരു കൺട്രോൾ മൊഡ്യൂള്. അപ്പോൾ ഇതിന് നമ്മൾ ഇവിടെ കൊടുക്കും, അതിൽ നിന്നാണ് പിന്നെ നമ്മൾ കണക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ഈ കൺട്രോൾ മൊഡ്യൂൾ നോക്കിയാൽ നമുക്ക് കാണാം, ഒരു പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്. ഇവിടെ ഒരു 2 കണക്ഷൻ കണ്ടോ, അത് ഈ പ്ലേറ്റിലോട്ട് കൊടുക്കാനുള്ള കണക്ഷനാണ് ഈ 2 കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവിലോട്ടും നമ്മുടെ ഈ കണ്ടക്റ്റീവ് പ്ലേറ്റിൻ്റെ നെഗറ്റീവിലോട്ടും കൊടുക്കുക. പിന്നെ ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, അനലോഗും ഡിജിറ്റൽ ഔട്ട്പുട്ടും നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അതുപോലെ തന്നെ ഗ്രൗണ്ട് VCC ഉണ്ട്. പൊട്ടൻഷ്യോമീറ്റർ ഈ ഒരു റെയിൻ സെൻസർ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ത്രെഷോൾഡ് അല്ലെങ്കിൽ നമ്മുടെ ഈ സെൻസിറ്റിവിറ്റി നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ വേണമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയാണ് പൊട്ടൻഷ്യോമീറ്റർ ഇവിടെ കീപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ സർക്യൂട്ടിൻ്റെ കണക്ഷൻ പറയുമ്പം പിന്നെ സെർവോ മോട്ടർ ഉണ്ട്. ഈ സെർവോ മോട്ടർ എന്തിനാണ് വെച്ചിരിക്കുന്നത്, ഞാനിപ്പോൾ സെർവോ മോട്ടർ ഇവിടെ ഓൾറെഡി ഗ്ലൂ ഗൺ വെച്ച് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ സെർവോ മോട്ടർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം നമുക്ക് ഇതിൽ നിന്നൊരു ഇൻപുട്ട് വന്നു, അതായത് റെയിൻ സെൻസ് ചെയ്യുന്നത് നമ്മൾ പ്രോഗ്രാം വഴി എന്ത് പറയുന്നു, റെയിൻ സെൻസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു സെർവോ മോട്ടർ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ റെയിൻ ഡിറ്റക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ 0 ഡിഗ്രി, ബാക്ക് ടു 0 ഡിഗ്രി ആകാനുമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ റെയിൻ ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ ഇത് 90 ഡിഗ്രി കയറുമ്പോഴത്തേക്കും അകത്തോട്ട് കയറും, തിരിച്ച് 0 ഡിഗ്രി ആകുമ്പോഴത്തേക്കും പഴയ ഒറിജിനൽ പൊസിഷനിലേക്ക് ഇത് വരും. പിന്നെ അതുപോലെ ഈ ഒരു ട്രേസസിൽ, അതായത് ഈ ഒരു കണ്ടക്റ്റീവ് പ്ലേറ്റ് നമ്മൾ പറയുമ്പോൾ ഈ ഒരു ഇതിൽ കണ്ട ഈ ട്രേസസ്, അപ്പം നമ്മൾ റെയിൻ ഒന്നും ഡിറ്റക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ അനലോഗ് വാല്യൂസ് ആണ് ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 0 to 1023 ആണല്ലോ അനലോഗ് വാല്യൂസ് വരുന്നത്. അപ്പം റെയിൻ ഡിറ്റക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അറൗണ്ട് ഒരു 1023 തന്നെ നമുക്ക് വാല്യൂ വന്നുകൊണ്ടിരിക്കും. റെയിൻ ഡിറ്റക്റ്റ് ചെയ്യുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും, അതായത് വാല്യൂ ലോ ആയിക്കൊണ്ടിരിക്കും. റെയിൻ ഡിറ്റക്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ പ്ലേറ്റ്, ഇപ്പോൾ ഇതിൽ വാട്ടർ ഡ്രോപ്ലെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യത്തില്ലേ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വാട്ടർ ഡ്രോപ്ലെറ്റ് ഇതിൽ വരുമ്പം ഇത് കണ്ടക്ട് ചെയ്തിട്ട് റെസിസ്റ്റൻസ് അന്നേരം കുറവായിരിക്കുമ്പം നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ റെയിൻ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. ഡിജിറ്റലാണ് നമ്മൾ കൊടുക്കുന്നത്, പിന്നെങ്കിൽ ഔട്ട്പുട്ട് ലോ എന്ന് പറയുമ്പോൾ 0 ആയിരിക്കുമല്ലോ നമുക്ക് വരുന്നത്. അനലോഗ് വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ അറൗണ്ട് ഒരു 5, ഇപ്പം ഞാൻ ഈ സെൻസർ കാലിബ്രേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അറൗണ്ട് ഒരു 500 തൊട്ടാണ് റെയിൻ ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് തരുന്ന ഔട്ട്പുട്ട് വാല്യൂ. റെയിൻ ഡിറ്റക്റ്റ് ചെയ്യാത്തപ്പോൾ 1023 അങ്ങനൊരു വാല്യൂസാണ് നമുക്ക് സീരിയൽ മോണിറ്റർ നോക്കിയാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് കണക്ഷൻ നമുക്ക് കൊടുക്കാം. ആദ്യം ഇൻപുട്ട് കണക്ഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ കൺട്രോൾ മൊഡ്യൂളും നമ്മുടെ ഈ ഒരു റെയിൻ സെൻസറിൻ്റെയും ഈ ഒരു പ്ലേറ്റും കൂടെ നമ്മൾ കണക്ട് ചെയ്യുവാണ്. ആദ്യമേ ഞാൻ ആർഡിനോയിൽ നിന്ന് VCCയും ഗ്രൗണ്ടും കൊടുക്കുകയാണ്. 5 വോൾട്ട് VCC ഇവിടെ കൊടുത്തു. നെക്സ്റ്റ് ഗ്രൗണ്ട് കൊടുക്കുകയാണ്. ഗ്രൗണ്ട്. പിന്നെ ഇതിലും VCCയും ഗ്രൗണ്ടും ഉണ്ട്, അപ്പോൾ ആ കണക്ഷൻ കൊടുക്കുകയാണ്. ഇതിൽ യെല്ലോ VCC, വൈറ്റ് ഗ്രൗണ്ട്. VCCയുടെ കണക്ഷൻ ആദ്യം കൊടുത്തു, ഗ്രൗണ്ട് കൊടുത്തു. ഇനിയും ഞാനിവിടെ ഇപ്പോൾ അനലോഗ് വാല്യൂസാണ് എടുക്കുന്നത്, കാരണം എനിക്ക് കണ്ടിന്യൂസ് ഡിറ്റക്ഷനാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അനലോഗ് വാല്യൂയിലോട്ടാണ് ഇത് കൊടുക്കുന്നത്.
അനലോഗ് വാല്യൂ ഞാൻ അർഡിനോയുടെ അനലോഗ് പിന്നിലോട്ട് കൊടുത്തു, A0 കൊടുത്തു. ഇത്ര ആയപ്പോഴത്തേക്ക് ഇൻപുട്ട് കണക്ഷൻ റെഡിയായി. ഇനിയും ഈ ഇൻപുട്ടിനനുസരിച്ച് നമ്മൾ ഔട്ട്പുട്ടായിട്ട് എന്തിനെയാണ് കൊടുക്കുന്നത്? ഈ ഒരു സെർവോ മോട്ടറാണ് ഔട്ട്പുട്ടായിട്ട് നമ്മൾ വെക്കുന്നത്. അപ്പോൾ സെർവോ മോട്ടറിനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 കണക്ഷനുണ്ട്. ഇതിൽ ഈ ബ്രൗൺ വയർ എന്ന് പറയുന്നതാണ് ഗ്രൗണ്ട്, നടുക്കത്തെ വയർ VCC ആണ്, ഈ യെല്ലോ വയർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട് പിന്ന്, ഔട്ട്പുട്ടിൻ്റെ വയർ. അപ്പോൾ ഞാൻ അത് കണക്ട് ചെയ്യുവാണ്. ആദ്യമേ ഗ്രൗണ്ട് എടുത്തു, ഇതിൻ്റെ ഗ്രൗണ്ടിലോട്ട് കൊടുത്തു. VCC എടുക്കുവാണ്, VCCയിലോട്ട് കൊടുത്തു. ഇനി ഔട്ട്പുട്ട് സെർവോ മോട്ടറിൻ്റെ ഈ പിന്ന് തേർഡ്, ഈ യെല്ലോ ഓറഞ്ചിഷ് ഒരു കളർ കണ്ടോ, ഈ ഒരു വയർ അവിടോട്ട് അപ്പോൾ ഈ ഓറഞ്ചാണ് ഔട്ട്പുട്ട് എടുത്ത് ഞാൻ നമുക്ക് 9th പിന്നിലോട്ട് കൊടുക്കുവാണ്. 9th പിന്നിലോട്ട് കൊടുത്തു. ഇത്രയാണ് നമുക്ക് കണക്ഷൻ വരുന്നത്. ഇതാണ് കോഡ്. അപ്പോൾ ഇവിടെ ഈ ത്രെഷോൾഡ് വാല്യൂ എന്ന് ഞാൻ കൊടുത്തിരിക്കുന്നത് സെൻസർ കാലിബ്രേറ്റ് ചെയ്തപ്പോൾ, അതായത് നമ്മൾ സെൻസറിൽ നിന്ന് മാത്രം വാല്യൂ എടുക്കുമല്ലോ, വാല്യൂ എടുത്തപ്പോൾ റെയിൻ ഡിറ്റക്റ്റ് ചെയ്യുന്നത് 600 തൊട്ടായിരുന്നു ഡിറ്റക്റ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ആ വാല്യൂ ആണ് ഇതിൻ്റെ ത്രെഷോൾഡിൽ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സെർവോ മോട്ടറിൻ്റെ പിന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ 0യും 90 ഡിഗ്രിയും ആണല്ലോ നമുക്ക് വേണ്ടത്, അത് നമ്മൾ പറഞ്ഞു. പിന്നെ അനലോഗ് റീഡിൽ സെൻസറിൽ നിന്ന് വരുന്ന വാല്യൂ വാങ്ങാനായിട്ട് റെയിൻ വാല്യൂ എന്നുള്ള ഈ ഒരു വേരിയബിൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ. അപ്പോൾ അനലോഗ് റീഡ് ഈ വാല്യൂസ് കണ്ടിന്യൂസ്ലി ഇതിനകത്ത് കാണും. എന്നിട്ട് നമ്മൾ സീരിയൽ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തു. നമുക്ക് ജസ്റ്റ് സീരിയൽ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നത് കാണാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് കോഡ് റൺ ചെയ്ത് നോക്കാം. കോഡ് ഇപ്പോൾ കമ്പൈൽ ചെയ്തപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം സെൻസർ വാല്യൂ ഇപ്പോൾ റീഡ് ചെയ്യുന്നത് 1023 അല്ലെങ്കിൽ 1022 ആ വാല്യൂ ആണ്. അതായത് ഡ്രൈ കണ്ടീഷൻ ആയതുകൊണ്ടാണ് ആ വാല്യൂ വരുന്നത്. ഇനിയും വാട്ടർ ഡിറ്റക്റ്റ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ പറഞ്ഞു ഇത് ഡിറ്റക്റ്റ് ചെയ്ത്, അതായത് നമ്മളിതിൽ ഇപ്പോൾ റെയിൻ ഡ്രോപ്സ് വീഴുവാണ് നമ്മുടെ പ്ലേറ്റിൽ. അപ്പോൾ ആ ഒരു കണ്ടക്റ്റീവ് പ്ലേറ്റിൽ റെയിൻ ഡ്രോപ്സ് വീഴുന്ന അനുസരിച്ച് എന്താണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് കുറയുകയും കണ്ടക്ടിവിറ്റി കൂടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ഭയങ്കര ലോ ആയിരിക്കും. ഇനിയും ഇതിലിപ്പോൾ റെയിൻ ഡ്രോപ്സിന് ഞാനിപ്പോൾ ഇത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് ഡ്രോപ്പ് വീഴുന്നതനുസരിച്ച് കണ്ടോ വാല്യൂ, ഇപ്പം ഇത് വാല്യൂ ഇപ്പം ഞാൻ റെയിൻ ഡ്രോപ്സ് ഡിറ്റക്റ്റ് ചെയ്യുന്നതനുസരിച്ച് വാല്യൂ മാറുന്ന കണ്ടോ 625. ഇതിപ്പോൾ നോക്കിയാൽ കാണാം വാല്യൂസ് ഇപ്പോൾ 1023 അതായത് 1000 എബോ അല്ലേ കാണിക്കുന്നത്. അതായത് അനലോഗ് വാല്യൂ ഈ ഹൈ വാല്യൂസ് വരുന്നതെന്ന് പറയുന്നത് ഡ്രൈ കണ്ടീഷനാണ്. അപ്പോൾ നമ്മുടെ ആ കണ്ടക്റ്റീവ് പ്ലേറ്റിൽ റെയിൻ ഡ്രോപ്ലെറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ ആ ഹൈ വാല്യൂ വന്ന് നിൽക്കുന്നത്. ഇതിപ്പോൾ ഞാൻ അതിൽ റെയിൻ ഡ്രോപ്സ് ഒഴിക്കുന്നതനുസരിച്ച് വാല്യൂ കുറഞ്ഞ് വരുവാണ്, വെറ്റ് കണ്ടീഷൻ വരുന്നത് കണ്ടോ. ഞാനിപ്പോൾ 600ൻ്റെ വാല്യൂ താഴോട്ടാണ് എന്താണ് റെയിൻ ഡിറ്റക്റ്റ് ചെയ്യാൻ കൊടുത്തേക്കുന്നത്. കറക്റ്റ് 600 തൊട്ടാണ് ത്രെഷോൾഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 600ന് താഴെ എല്ലാ കണ്ടീഷനും റെയിൻ ഡിറ്റക്റ്റഡ് എന്നും അതിന് എബോവ് കണ്ടീഷനെല്ലാം ഡ്രൈ ആയിട്ടുമാണ് നമ്മൾ പ്രോഗ്രാമിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ കോഡ് വരുന്നത്. പിന്നെ ഇപ്പോൾ സർക്യൂട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇപ്പം നമ്മൾ ആ കോഡിൽ പറഞ്ഞ കാര്യം ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ ആ കണ്ടക്റ്റീവ് പ്ലേറ്റിൽ നമ്മൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് എന്താണ് നമ്മുടെ ആ നമ്മുടെ വാർഡ്രോബ് അകത്തോട്ട് കയറുകയും റെയിൻ ഡിറ്റക്റ്റ് ചെയ്യാത്തപ്പോൾ അത് തിരിച്ച്
പുറത്തോട്ട് വന്ന് സൺഷൈൻ കൊള്ളുന്ന പോലെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സർക്യൂട്ട് കംപ്ലീറ്റ് നമ്മുടെ മോഡൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.